ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം മുതൽ. ശ്രീശുക ഉവാച ഇതി നിഗതേനാഭിഷ്ടൂയമാനോ ഭഗവാൻ അനിമിഷാർഷഭോ വർഷധരാഭിവാദിതാഭിവന്ദിതചരണ സദയം ഇദമഹാം. ഇതി നിഗതേന അഭിഷ്ടൂയമാന ഭഗവാൻ അർഷഭോ ന അനിമിഷർഷഭ ആഹ വർഷധരാഭിവാദിത അഭിവന്ദിത ചരണ സദയം ഇദം ആഹ. ആഹ ഇങ്ങനെ പറഞ്ഞു. സദയം ഇദമാഹ എന്ന് പറഞ്ഞാൽ ദയാപൂർവം ഇങ്ങനെ പറഞ്ഞു, ദയോടുകൂടി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയാ? ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എന്നേ ഉള്ളതിന്. ഭഗവാന്റെ വർണ്ണനയാണ്. ഇപ്രകാരം ഈ തരത്തിൽ സ്തുതിക്കപ്പെട്ട ഈ വർഷത്തെ ഭരിക്കുന്നവനാൽ വന്ദിക്കപ്പെട്ട പാദത്തോടു കൂടിയവനും എന്നൊക്കെയാണ് ഭഗവാന്റെ വിശേഷണങ്ങളത്. ആ ഭഗവാൻ അനുമായ ദേവശ്രേഷ്ഠൻ ദയാപൂർവം ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച അഹോ ബദാഹമൃഷയോ ഭവദ്ഭിര അവിദധദ്ഗീർഭിർവരമസുലഭമഭിയാചിതോ യദാമുഷ്യാത്മജോ മയാ സദൃശോ ഭൂയാത് ഇതി. അഹോ ബദാഹം ഋഷയഃ അഹോ ബദ അവിദധഗീർഭി ഭവദ്ഭിർ അവിദധഗീർഭിർ വരം അസുലഭം അഭിയാചിതോ യദ് അമുഷ്യ ആത്മജോ മയാ സദൃശോ ഭൂയാത് ഇതി. വാക്കുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഋഷികളെ വളരെ അത്ഭുതമായിരിക്കുന്നു. നിങ്ങളുടെ ഈ വാക്കും പ്രവൃത്തിയുമൊക്കെ വ്യർത്ഥമായി വെറുതെ ആവുകയില്ല. നിങ്ങളുടെ ഈ വാക്കുകൾ വെറുതെ ആവുകയില്ല. എന്നോട് നിങ്ങൾ ചോദിച്ച വരം വളരെ തുച്ഛമാണല്ലോ. ഈ രാജാവിന് നാഭിക്ക് എന്നോട് സദൃശനായ ഒരു പുത്രൻ ജനിക്കണമെന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നത്? ഇത് സാധ്യമാണോ? ആശ്ചര്യം. എന്താണ്? എന്നോട് സദൃശ്യമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഭഗവാനോട് സാദൃശ്യമുള്ള പുത്രൻ, ഭഗവാനെ പോലെ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു ശ്രേഷ്ഠൻ ആയ അങ്ങയെപ്പോലെ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സാധിക്കുമോ? എന്നെപ്പോലെ ഞാനല്ലേ ഉള്ളൂ എന്നാണ് ചോദിച്ചത്. അത്രയേ ഉള്ളൂ, അതിനകത്ത് പറയൊന്നുമില്ല കേട്ടോ. ശ്രീ ഭഗവാനുവാച അഹോ ബദാഹം ഋഷയോ ഭവദ്ഭിര അവിദധഗീർഭിർ വരം അസുലഭം യാചിച്ചത് അസുലഭമാണത്. യദാമുഷ്യ ആത്മജോ മയാ സദൃശോ ഭൂയാതിഥി. എന്നെപ്പോലെ സാദൃശ്യമുള്ള, എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾ, എന്നെപ്പോലെ തന്നെ ഉള്ള ഒരു ആത്മജൻ പുത്രൻ ആകും. അത് സാധ്യമാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആശ്ചര്യം തന്നെ, അത്ഭുതം തന്നെ എന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്. മമാഹമേവ അഭിരൂപ കൈവല്യാത് അധാപി അങ്ങനെയല്ലേ? അത് അർത്ഥം നോക്കുന്നില്ല. അതെ, അധാപി ബ്രഹ്മവാദോ ന മൃഷ ഭവിതുമർഹതി മമൈവ ഹി മുഖം യദ് ദ്വിജദേവകുലം. മമാഹമേവ അഭിരൂപ എന്നെപ്പോലെ, എനിക്ക് സദൃശനായിട്ടുള്ള, കാണുമ്പോൾ എന്നെപ്പോലെ ഇരിക്കുന്ന, അഹം ഏവ ഞാൻ തന്നെ, കൈവല്യാത് അത് കേവലമായ ഭാവം കാരണമായിട്ട്, അഥാപി എന്നാലും, ബ്രഹ്മവാദ ആ ബ്രാഹ്മണൻ്റെ വചനം, അതായത് മൃഷ ഭവിക്കും, വെറുതെ വ്യർത്ഥമായി ഭവിപ്പാനായിട്ട് ന അർഹതി അങ്ങനെ ചെയ്യുന്നത് ശരി. അർഹത അങ്ങനെ അതിന് അർഹതപ്പെട്ടതല്ല എന്ന് വെച്ചാൽ വ്യർത്ഥമാകാൻ അർഹതപ്പെട്ടതല്ലെന്ന് വെച്ചാൽ വ്യർത്ഥമാവുകയില്ല എന്ന് മാത്രം
നമ്മൾ മനസ്സിലാക്കണം. ഏത് ദ്വിജദേവകുലം ബ്രാഹ്മണവംശം യാതൊന്നോ ദ്വിജ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണകുലം മമ മുഖം ഏവഹി, എൻ്റെ മുഖം തന്നെയാണല്ലോ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികൾ എൻ്റെ മുഖം തന്നെയാണല്ലോ. അപ്പോൾ എന്നെപ്പോലെ സദൃശ്യമായിട്ട് നിങ്ങളുടെ വാക്കുകൾ വെറുതെ ആവുകയില്ല. എന്നോട് വായിക്കാം. മമാഹം ഏവാഭിരൂപ കൈവല്യാദ അഥാപി ബ്രഹ്മവാദോ ന മൃഷ ഭവിതുമർഹതി മമൈവ ഹി മുഖം യദ് ദ്വിജ ദേവകുലം തഥാ ആഗ്നേധ്രീയേംശ അംശ എന്നാണ് ആഗ്നേധ്രീയേംശ കലയാവതരിഷ്യാമി ആത്മതുല്യം അനുപലഭമാനാം. വാക്കുകളൊക്കെ കിട്ടിയില്ലേ? തഥാ ആഗ്നേധ്രീയേംശ കലയാ അവതരിഷ്യാമി ആത്മതുല്യം അനുപലഭമാന. അതുകൊണ്ട് ബ്രാഹ്മണ വചനം വെറുതെ ആകാൻ പാടില്ലാത്തത് കൊണ്ട്, എന്നോട് സദൃശൻ മറ്റൊരുവൻ ഇല്ലാത്തത് കൊണ്ടും ഞാൻ തന്നെ അഗ്നിധപുത്രനായ നാഭിയിൽ ഞാൻ തന്നെ വന്ന് പിറക്കാം. അതേ പറ്റുള്ളൂ. ഞാൻ തന്നെ പിറന്നാൽ എന്നെപ്പോലെ ഇരിക്കുക, അല്ലാതെ വേറൊരാൾ എന്നെപ്പോലെ ആവുകയില്ല. നാഭിക്ക് എൻ്റെ അംശത്തിൽ നിന്ന് ഒരു പുത്രൻ ഉണ്ടാകും. ശ്രീശുക ഉവാച ഇതി നിശാമയന്ത്യ മേരുദേവ്യ പതിം അഭിധായ അന്തർദധേ ഭഗവാൻ. ഇതി നിശാമയന്ത്യ, ഇത് ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് പതിം ഭർത്താവിനോട് ഇതി അഭിധായ ഇപ്രകാരം പറഞ്ഞിട്ട്, ആര്? മേരുദേവി. ഇതി നിശാമയന്ത്യ മേരുദേവ്യാഹ, ഇപ്രകാരം പറഞ്ഞിട്ട് ആ ഭഗവാൻ അന്തർദധേ മറഞ്ഞു, അന്തർധാനം ചെയ്തു. 21 ബർഹിഷി തസ്മിന്നേവ വിഷ്ണുദത്ത ഭഗവാൻ പരമർഷിഭി പ്രസാദിതോ നാഭേ പ്രിയചികീർഷയ തദവരോധായനേ അങ്ങനെയാണ്. തത് അവരോധായനെ എന്ന് വെച്ചാൽ അകത്ത് വസിക്കുന്ന, ഉള്ളിൽ വസിക്കുന്ന, ഗൃഹത്തിൻ്റെ അന്തർഭാഗത്ത് വസിക്കുന്ന എന്നാണ്. തദവരോധായനെ മേരുദേവ്യാം ധർമാൻ ദർശയിതു കാമോവാദരശനാനാം ശ്രമണാനാം ഋഷീണാമൂർധ്വമന്ദിനാം ശുക്ലയ തനുവ അവതതാര. വാതരശനാനാം വസ്ത്രാദികളെ ധരിക്കുന്നവരുമായ എന്നാണ്. ഊർധ്വമന്ദിനാം, അതായത് സ്ത്രീകളോട് സംയോഗം വർദ്ധിച്ചിരിക്കുന്നവരും എന്ന് വെച്ചാൽ സ്ത്രീകളുമായിട്ട് അകന്നു നിൽക്കുന്നവർ, അവരുമായിട്ട് ബന്ധം ഉണ്ടാകാതിരിക്കുന്ന, അതാണ് ഊർധ്വമന്ദിന. വാതരശനാനാം വസ്ത്രാദികളെ ധരിക്കാതിരിക്കുന്നവരുമായ ഋഷീണാം, അവരൊന്നും ധരിച്ചിട്ടില്ല. ദിഗംബരന്മാരായിട്ട് ഋഷികളുടെ ധർമ്മങ്ങളെ ദർശയിതു കാമഹ കാട്ടിക്കൊടുപ്പാൻ ആഗ്രഹിച്ച തദവരോധായനെ അവർ അവൻ്റെ ആ അകത്തെ മുറിയിൽ വസിക്കുന്ന മേരുദേവിയിൽ ശുക്ലയാതനുവ ശുദ്ധ സത്വമൂർത്തിയായിട്ട് അവതതാര, ആ മേരുദേവിയിൽ ജനിച്ചു. ശുക്ലയാതനുവ. ഋഷികളാൽ ആ യജ്ഞത്താൽ ഇതുപോലെ പ്രസാദിപ്പിക്കപ്പെട്ട ഭഗവാൻ അവരുടെയും നാഭിയുടെയും പ്രിയത്തെ സാധിക്കാനായിട്ട് വളരെയധികം ജന്മാന്തരങ്ങളിൽ നിയമാദികളോടുകൂടി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട്, അതുപോലെ ഇന്ദ്രിയ ജയം സമ്പാദിച്ച, അതായത് സ്ത്രീസംഘമൊന്നും ഇല്ലാതിരിക്കുന്ന ഇന്ദ്രിയ ജയം എന്നിവിടെ ഉദ്ദേശിക്കുന്ന ദേഹാഭിമാനമില്ല. അതുകൊണ്ടാണ് അവർ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ലെന്ന് പറഞ്ഞത്. നിത്യബ്രഹ്മചാരികളുമായ ഋഷികളുടെ അവരാണ് ഋത്വിക്കുകളായിട്ട് വന്ന് യജ്ഞം ചെയ്യുന്നത്. ആ ധർമ്മത്തെ ആചരിക്കുന്നവർ തൻ്റെ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ലോകത്തിൽ നിലനിർത്തുവാനും വേണ്ടിയിട്ട് അതിനുവേണ്ടി ശുദ്ധ സത്വഗുണത്തെ അവലംബിച്ച് നാഭിയുടെ ധർമ്മപത്നിയായ മേരുദേവിയിൽ ഭഗവാൻ അവതരിച്ചു. ആ ശ്ലോകമാണ് നമ്മൾ ഋഷഭാവതാരമായിട്ട്
ഋഷഭാവതാരമായിട്ട് സപ്താഹ വേദികളിലൊക്കെ ചടങ്ങുകളൊക്കെ നടത്തുന്ന ആ ശ്ലോകം വായിക്കുമ്പോൾ ഋഷഭദേവൻ മേരുദേവിയിൽ അവതരിച്ചു എന്ന് പറയുന്നത് ഈ ശ്ലോകമാണ്. ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ, അതായത് 5-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഋഷഭാവതാരം. അത് വളരെയധികം ഘോഷിക്കപ്പെടുന്നതാണ് യജ്ഞവേദികളിലൊക്കെ. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ നാഭേർ യശോ നിരൂപണം നാമ തൃതീയോധ്യായ. അതായത് നാഭിയുടെ യശസ്സിനെ വർണ്ണിക്കുന്നത്. മറ്റേത് കഴിഞ്ഞ അധ്യായം അഗ്നിധ്രൻ്റെ യശസ്സിനെ വർണ്ണിക്കുന്നതായിരുന്നു, കീർത്തിയെ വർണ്ണിക്കുന്നതായിരുന്നു. ഇത് നാഭിയെ വർണ്ണിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹരി ഓം.